മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടം. മത്സരത്തിന് മുൻപുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവിച്ചത്? പൂജ, അരീക്കോട് എന്ന് പറയുന്നത് ഈ സെവൻസ് ഫുട്ബോളിന്റെ തട്ടകമാണ്. അവിടെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ സെവൻ സീസണായ മത്സരങ്ങൾ നടക്കുന്നത്. ഈ തെരട്ടമ്മലിലെ സെവൻസ് മത്സരം വലിയ പ്രസിദ്ധവുമാണ്. അവിടെ വലിയ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ അപകടം നടക്കുന്നത്. അതായത് ഈ കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരുന്നു ഈ മത്സരത്തിന് താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഈ ഗാലറിയും കവിഞ്ഞ് ആളുകൾ മൈതാനത്തിന്റെ സൈഡ് ലൈനിനരികിലേക്കായി കാണികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ മേലേക്ക് ഈ മുകളിൽ പോയി പൊട്ടുന്ന തരത്തിലുള്ള അമിട്ട് പോലുള്ള പടക്കങ്ങൾ ഇവരുടെ മേലേക്ക് തെറിച്ചതാണ് എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ആ സൈഡ് ലൈനിന് അരികിലുണ്ടായ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആംബുലൻസ് സർവീസും അരികത്തുള്ള സമീപ പ്രദേശങ്ങളിലുള്ള സ്വകാര്യ ആശുപത്രികളിലൊക്കെ 3 ആംബുലൻസുകൾ എത്തി ആളുകളെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആശ്വാസകരം. ഈ നേരിയ പൊള്ളലാണ് പലർക്കും ഈ സൈഡ് ലൈൻ അരികിലുള്ളവർക്ക് ഏറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അവിടെ നിന്നുള്ള ആളുകളൊക്കെ പറയുന്നതനുസരിച്ച് നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്നുള്ളതാണ്. വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു, ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതവിടെ പതിവുമാണ്. കാണികൾ ഗാലറിയും കവിഞ്ഞാണ് ഈ സൈഡ് ലൈനിന് അരികിലേക്ക് എത്തിയത്. അതാണ് ഈ അപകടത്തിനുണ്ടായ കാരണം എന്നുള്ളത് തന്നെയാണ് പൂജ. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഏകദേശം എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഉള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം എന്താണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിവരം കിട്ടുന്നുണ്ടോ? ഈ മണിക്കൂറിൽ അതിന് ഉള്ള ഒരു പ്രതികരണമൊന്നും വന്നിട്ടില്ല. കാരണം അത്തരത്തിൽ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനും ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കും ഒക്കെയാണ് ആ കാര്യങ്ങൾ എത്തിയത്. നിലവിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റുന്നുണ്ട്. അതായത് ഈ സൈഡ് ലൈനിന് സമീപം ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവരുടെ ഇടയിലേക്കാണ് ഈ പടക്കം നേരെ ചെന്ന് പതിച്ചത്. അങ്ങനെ ഒരു നേരിട്ട് പൊള്ളലേറ്റ ആളുകളുണ്ട് എന്നുള്ളതാണ്. നേരിയ പൊള്ളൽ മാത്രമാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഗുരുതര പരിക്ക് ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന അതും ആശ്വാസം നൽകാവുന്ന ഒരു വിവരം എന്നുള്ളതാണ്. പങ്കാളിത്തം അമിതമായി തന്നെ ഉണ്ടായിരുന്നു. ഈ കാണികൾ അങ്ങനെ എത്തുന്ന ഇടം കൂടിയാണ് ഈ മലപ്പുറം, പ്രത്യേകിച്ചും അരീക്കോട് പോലുള്ള മേഖലയിലെ സെവൻസ് ടൂർണമെന്റുകളിൽ. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അത്തരത്തിൽ കാണികൾ തിങ്ങി നിറഞ്ഞതായിരുന്നു. ഈ ഗാലറിക്കും പുറമിലേക്ക് എത്തിയ കാണികൾക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ ആളുകളാണ് നമ്മളോട് ആ മണിക്കൂറിൽ തന്നെ ഈ വിവരം പങ്കുവെക്കുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് നിലവിലെ സ്ഥിതി, എത്ര പേർക്ക്